പെരുമ്പാവൂരിലെ 2020 സ്ഥാനാർത്ഥി ലക്ഷ്മിപ്രിയയാണ് എന്നോടൊപ്പം ചേരുന്നത്. ലക്ഷ്മിപ്രിയയെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളല്ല, സുപരിചിതയായിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ സ്വീകരണ മുറിയിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു മുഖം കൂടിയാണ്. ചേച്ചി, ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ളത് വളരെ തിരക്കേറിയ ദിവസങ്ങളായിരിക്കും. എങ്ങനെയുണ്ട് ഈ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷമുള്ള ഒരു ഫീലിംഗ്? സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. കാരണം ആരോടും പറയരുത് എന്ന് പറഞ്ഞിരുന്നു. അനുസരണാശീലം വളരെ വളരെ കൂടുതലായതുകൊണ്ട് ആരോടും പറഞ്ഞിരുന്നില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസിങ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നാണെങ്കിലും അല്ലാതെയുള്ള സുഹൃത്തുക്കളാണെങ്കിലും എല്ലാം കോള് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഇത്രയധികം കോൾസ് വന്നിട്ടുള്ള ദിവസമില്ല. ഇനി ഇപ്പോൾ BJPയുടെ സ്ഥിരം സാന്നിധ്യമാണ്. 10 വർഷത്തിലേറെ ആയിരിക്കും BJPയുടെ വേദികളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പാർട്ടി അന്യമല്ല, പാർട്ടി പ്രവർത്തകരുമായിട്ടൊക്കെ വളരെയേറെ ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം ഈസി ആകുമെന്നാണ് ഇത് പ്രതീക്ഷിക്കുന്നത്? അതായത് സിനിമാ ആർട്ടിസ്റ്റുകളെന്ന് പറയുമ്പോൾ എപ്പോഴും ക്യാരവനിലിരുന്ന്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് ക്യാരവനൊക്കെ വരുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള പിന്നെ അഭിനയം ആയതുകൊണ്ട് അവിടുന്ന് വരുന്നു, നമ്മൾ ഷോട്ടിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ കൂടെ അസിസ്റ്റ് ചെയ്യാനൊക്കെ ആളുണ്ടാവും. അങ്ങനെ വെയിലത്താണെങ്കിലും നമുക്ക് കുട പിടിച്ചു തരാൻ ആൾക്കാരുണ്ടാവും. നമ്മുടെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് പോകുന്ന, നമ്മളെ എല്ലാവരും എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്ന, പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് വളരെ പച്ചയായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലോട്ട് ചൂടും വെയിലും ഒന്നും വകവയ്ക്കാണ്ടുള്ള ഒരു യാത്രയാണല്ലോ. അപ്പോൾ പ്രചരണ വേദിയിൽ ഒരുപാട് ബൂത്ത് അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, ഓരോ പോക്കറ്റ് റോഡ്സിലും എല്ലായിടത്തും പോയിട്ട് ഈ 10 വർഷമായിട്ട് നല്ല ശീലമുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്കറിയാം ഇങ്ങനെയാണ്, അതിൻ്റെ മാക്സിമം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എനിക്ക് ഊഹിക്കാം. സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ 2020യിലേക്കുള്ള ഒരു പ്രവേശനം ഏത് വിധേനയായിരുന്നു? ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. 2020 എന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന് പറയുന്നത് ശരിക്കും പിന്നെ ഓൾ ഓവർ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ്. 2020 ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അന്ന അലൂമിനിയം കിറ്റക്സ് ആ ഒരു ഫാമിലിയിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരെ സഹായിക്കുക, അല്ലേ? എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് അതുതന്നെയാണ്, നമ്മൾക്ക് ഉള്ളവനില്ലാത്തവനെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു തത്വം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരെയും അവർ സഹായിച്ച് അവരുടെ ചുറ്റുപാടുകളെല്ലാം മികച്ചതാക്കി, എന്താ പറയുക, ഇപ്പോൾ ഹോസ്പിറ്റൽസ് ആണെങ്കിലും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ സൗകര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അതെന്തുകൊണ്ടും മറ്റൊരാൾക്ക് കഴിഞ്ഞുകൂടാ? മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്കും ചെയ്യാൻ സാധിക്കും, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അതുപോലെ ഓരോരോരോ കാര്യങ്ങൾ, ഇപ്പോൾ കുടിവെള്ള പ്രശ്നങ്ങളാണെങ്കിലും എന്താ പറയുക, കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളാണെങ്കിലും ഒക്കെ എന്താ പറയുക, അതൊക്കെ വളരെ മികച്ച രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് തൃക്കാക്കരയിൽ തൊട്ടടുത്തിരുന്നിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷമാണ് 2020 ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് തന്നെ മത്സര രംഗത്തേക്ക് വരുന്നതും. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നരേന്ദ്രമോദിജിയുടെ NDAയുടെ ഭാഗമായിട്ട് അവർ വരുന്നതുമൊക്കെ, ആ ഒരു സഖ്യകക്ഷിയായിട്ട് വരുന്നതൊക്കെ അതിനുശേഷമാണ്. അപ്പോൾ നമ്മുടെ മോദിജി എപ്പോഴും പറയുന്ന ഡബിൾ എൻജിൻ സർക്കാർ എന്ന് പറയുന്ന പോലെ വികസനത്തിൻ്റെ ഒരു വലിയ മാതൃക. അവർക്ക് ആർക്കും ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് കൈയിട്ട് വരേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അവരാഗ്രഹിക്കുന്ന ഒരു വിജയം, വികസനം, അത് കൊണ്ടുവന്നാൽ മതി എന്നാണ്. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഇല്ലെങ്കിൽ എന്താ പറയുക, പഴകി വേറൊരു രീതിയിൽ പോകുന്ന ഒരിടമാണെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല, അവർ പറയുന്നത് നമുക്കും മനസ്സിലാവില്ല. ഇത് രണ്ടു കൂട്ടർക്കും പരസ്പരം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. പെരുമ്പാവൂർ പോലൊരു മണ്ഡലം കോൺഗ്രസിൻ്റെ അടിയുറച്ച വേരുള്ള ഒരു ഇടമാണ്. അവിടെ ജയിച്ചു കയറുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് പെരുമ്പാവൂരിലുള്ള വോട്ടർമാർക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് എത്തുന്നത്? അതായത് കഴിഞ്ഞ 70 വർഷമായിട്ട് നമ്മൾ വലത് കാലിൽ നിന്നും മന്തെടുത്ത് ഇടത് കാലിലേക്ക് വയ്ക്കുന്നു, വീണ്ടും അടുത്ത 5 വർഷം കഴിയുമ്പം ഇങ്ങോട്ട് വയ്ക്കുന്നു. അങ്ങനെ 70 വർഷമാണ് നമ്മൾ പോയത്. നമ്മൾ വേറെ എങ്ങും നോക്കണ്ട. തിരുവനന്തപുരത്തെ മേയർ രാജേഷ് ജി, അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ ഒരു സ്ഥലം മാത്രമാണ് നമ്മുടേതായിട്ട് BJP സർക്കാരിൻ്റെതായിട്ട് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം അവിടെ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു? ഇതിനു മുൻപ് ഈ തിരുവനന്തപുരത്ത് വീടില്ലാത്ത 20,000 പേരാണ് ഉള്ളത്, 20,000 കുടുംബങ്ങൾക്ക് വീടില്ല എന്ന് കണക്ക് സഹിതം അദ്ദേഹത്തിന് അവതരിപ്പിക്കാനായിട്ട് പറ്റി. എന്നിട്ട് നോക്കൂ, 5 വർഷം കൊണ്ട് എത്ര പേർക്ക് എങ്ങനെ വീട് കൊടുക്കണം, 4,000 വീടുകൾ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ 20,000 വീടുകൾ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റും എന്ന്
തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ട് ഒരു 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 പ്ലാൻ എന്ന് പറയുന്നത് അതാണ് ആസൂത്രിതമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ. അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നവരെ സ്വീകരിക്കാനായിട്ട് ജനത്തിന് സാധിക്കണം. അതായത് നമ്മളെപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നത് നമ്മളുടെ ഫാമിലിയിൽ എല്ലാവരും അച്ഛനപ്പൂപ്പന്മാർ കോൺഗ്രസ് ആണെങ്കിൽ നമ്മളും കോൺഗ്രസ്, അച്ഛനപ്പൂപ്പന്മാർ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നമ്മളും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാരമ്പര്യവാദങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് വിജയപ്രതീക്ഷയുണ്ട്. ഒപ്പം സഹപ്രവർത്തകരും വിവിധയിടങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. രമേശ് പിഷാരടിയുണ്ട്, അഞ്ജലി നായരുണ്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷവും അഭിമാനവുമാണ്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളുകളുടെ മുന്നേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്നെ പോലെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുകയും തുറന്നെഴുതുകയും പ്രചരണത്തിനൊക്കെ സജീവമായിട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ്. എന്തുകൊണ്ട് ആ ഒരു ധൈര്യം, ഞാൻ ഇന്ന രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ധൈര്യം ആർജിക്കുന്നു അവർ. ഒരുവിധം ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ മത്സര രംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് MP-യും MLA-യും എല്ലാവരും ഉണ്ട് ഞങ്ങൾക്ക് അമ്മയ്ക്ക്. അപ്പോൾ കൂടുതൽ MLA-മാർ വരട്ടെ, ഒരു ഭയങ്കര സന്തോഷമാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഇന്നു മുതൽ അങ്ങനെ പ്രചാരണത്തിന് ഇറങ്ങുകയാണ് ലക്ഷ്മിപ്രിയയും. വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇത്തവണ ഈ ഇലക്ഷനെ നേരിടുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.